ഗുഡ് മോർണിംഗ്. കുറച്ച് മിളകും തൈകളൊക്കെ ഒന്ന് ചാക്കിൽ ആക്കാനുള്ള കുറച്ച് പണികളുണ്ടായിരുന്നു. അപ്പോഴാണ് മണ്ണെടുത്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അവിടെ കഴിഞ്ഞ പ്രാവശ്യം ചേമ്പ് നട്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ വെറുതെ വെച്ചിട്ടുണ്ടായിരുന്നു പറിച്ച കട. ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് അവിടെ മണ്ണെടുത്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അവിടെ ചേമ്പിൻ്റെ വിത്ത് മണ്ണിലുണ്ടെന്നുള്ളത്. അങ്ങനെ ഞാനിപ്പോൾ പതുക്കെ ആ ചേമ്പിൻ്റെ വിത്തുകളൊക്കെ അവിടെ നിന്ന് പറിച്ചെടുത്തു. ഇപ്പോൾ ചേമ്പിനെ സംബന്ധിച്ചൊരു പ്രത്യേകത, ഇത് വലിയ ചേമ്പാണ് കേട്ടോ. വലിയ ചേമ്പിനെ ഞങ്ങൾ പറയുക കുളം ചേമ്പെന്നാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ചേമ്പ് പറിച്ചിട്ട് ഞാനത് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല. 2 കാരണങ്ങളാണ് കുഴിച്ചിടാതിരുന്നത്. ഒന്ന്, കുഴിച്ചിട്ടാലും കുട്ടികൾക്ക് ചേമ്പ് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഞാനിങ്ങനെ പരമ്പരാഗതമായിട്ട് ചില വിളകളൊക്കെ ഇങ്ങനെ നിലനിർത്തി പോരുന്നത് കൊണ്ട് അങ്ങനെ അത് അന്യം നിന്ന് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പരിപാലിച്ച് പോരുകയാണ്. അപ്പോൾ പറിച്ചിട്ട് ഒരു ഭാഗത്ത് വെറുതെ വെച്ചതാണ്. പക്ഷേ മഴ പെയ്തപ്പോൾ ആ മണ്ണിലേക്ക് ഇറങ്ങിയിട്ട് അതിൽ കുറച്ച് കിഴങ്ങുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യം വീഡിയോയിൽ പറയാറുണ്ട്, നമ്മൾ മണ്ണിനെയും പ്രകൃതിയെയും ഒക്കെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് മണ്ണ് നമുക്ക് വേണ്ടത് തരുന്നു. അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഇന്നത്തെ ചേമ്പിൻ്റെ വിളവെടുപ്പ്. ഭയങ്കര വലിയ വിളവെടുപ്പൊന്നും അല്ലെങ്കിൽ പോലും നമുക്ക് വളരെ നല്ല രീതിയിൽ 2-3 തവണ കറി വെച്ചോ പുഴുങ്ങിയോ ഒക്കെ കഴിക്കാനുള്ള ചേമ്പ് നമുക്ക് കിട്ടി. ചില ചേമ്പിൻ്റെ വിത്തുകൾ നല്ല വലിപ്പം ഉണ്ടായിരുന്നു, നല്ല മുഴുപ്പുള്ളതായിരുന്നു. ചിലത് അത്ര വലിപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് വീടിൻ്റെ പിൻഭാഗത്തുള്ള ഒരു വലിയൊരു ചേമ്പാണ് കേട്ടോ. ഇതിൻ്റെ കടഭാഗം കണ്ടു, തള്ളച്ചേമ്പ് എന്നൊക്കെയാണ് പറയുക. അതിങ്ങനെ നല്ല വീതി കൂടിയ കടഭാഗമാണ് അതിൻ്റെ. പണ്ട് കാലത്ത് ഇതും കറി വെച്ചിട്ടൊക്കെ ആളുകൾ കഴിക്കാറുണ്ട്. വിത്ത് മാത്രമല്ല ഇങ്ങനെയുള്ള കടഭാഗവും കഴിക്കാറുണ്ട്. ഇതും ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് അവിടെ മണ്ണും ചപ്പ് ചവറുകളൊക്കെ കൂടിയിട്ട് അതിൽ നിന്ന് കിഴങ്ങുകൾ പൊട്ടി കുറച്ച് വിത്തൊക്കെ അതിൽ നിന്നും ഇപ്രാവശ്യം എനിക്ക് കിട്ടി. പിന്നെ ചേമ്പെന്ന് പറയുന്നത് അറിയാലോ, നമ്മുടെ കേരളീയരുടെ ഒക്കെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണ വിഭവം തന്നെയായിരുന്നു ചേമ്പ്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അതിനോട് ഇത്തിരി ഇഷ്ടം കുറവാണ്. എങ്കിലും നമ്മളിതൊക്കെ വീട്ടിൽ നടുകയും അതുപോലെ തന്നെ വീട്ടിൽ കറി വയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇന്നത്തെ തലമുറയ്ക്ക് അതിനോടൊക്കെ ഒരു ഇഷ്ടം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ ചേമ്പിൽ നിന്നും കുറച്ചൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ചേമ്പ് ഒരുവിധം നല്ല രീതിയിൽ തന്നെ അതിൻ്റെ കിഴങ്ങുകൾ കിട്ടിയത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഇന്ന് ഇത്രയും ചേമ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് അമ്മയ്ക്ക് കൊടുക്കണം, ബാക്കിയുള്ളത് വീട്ടിൽ ഉപയോഗിക്കണം. പിന്നെ അതിൻ്റെ കടഭാഗം അടുത്ത പ്രാവശ്യത്തേക്ക് വിത്തിനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ശരി, ഓക്കേ.